നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെ നിങ്ങൾക്കെതിരായാലോ? നിങ്ങളുടെ ശക്തി തന്നെ നിങ്ങളെ ദുർബലപ്പെടുത്തിയാലോ? ദൈവത്തിനായി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി നമ്മെ തിരഞ്ഞെടുത്തിട്ടും നമ്മുടെ സ്വന്തം വഴിയിൽ നമ്മൾ നടന്നാലോ? ഈ കഥ ഇത്തരത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ്. ശക്തിയുടെയും അത്ഭുതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചതിയുടെയും കഥയാണ്. അതെ, ശിംശോൻ്റെ കഥയാണ്. ഈ ചരിത്രത്തിൽ ഒരു സാരാംശമുണ്ട്. നാം വീണുപോയാലും ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. അത് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണെങ്കിൽ കൂടി. ശിംശോൻ്റെ കഥയിലേക്ക് സ്വാഗതം. അതൊരു സുന്ദരമായ ദേശമായിരുന്നു. ആ ദേശത്തിൻ്റെ പേരാണ് സോര. ഇസ്രായേൽ ജനത്തെ ഫെലിസ്ത്യർ വാഴുന്ന കാലത്തായിരുന്നു ദാൻ ഗോത്രത്തിൽ സോരാജ്യനായ മനോഹ എന്ന പുരുഷന്റെ മച്ചിയായ ഭാര്യയ്ക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. മക്കളില്ലാതെ ഭാരപ്പെട്ടിരുന്ന അവളോട് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഈ ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. പക്ഷേ ചില നിബന്ധനകളുണ്ട്, അത് നീ പാലിക്കേണ്ടതാണ്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായ യാതൊന്നും തിന്നുകയും അരുത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചുകൊള്ളുക. മാത്രമല്ല, കുഞ്ഞിൻ്റെ തലയിലെ മുടിമേൽ ക്ഷൗരക്കത്തി തൊടരുത്, മുടി ക്ഷൗരം ചെയ്യിക്കരുത് എന്നായിരുന്നു ദൂതൻ പറഞ്ഞത്. അവൾ നോക്കി നിൽക്കെ ദൂതൻ മറഞ്ഞു. അതീവ സന്തോഷവതിയായി അവൾ വീട്ടിലെത്തി തൻ്റെ ഭർത്താവായ മനോഹയോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. അവനും അതീവ സന്തോഷത്തിലായി. തനിക്ക് ജനിക്കാൻ പോകുന്ന മകനെ എങ്ങനെ വളർത്തേണ്ടു എന്നതിന് കർത്താവിനോട് ആലോചന ചോദിച്ചു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പിന്നെയും കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അശുദ്ധമായത് തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്നും കൽപ്പിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മനോഹയ്ക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. അവൻ്റെ പേരാണ് ശിംശോൻ. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവയുടെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ശിംശോൻ തിമ്നായിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു സുന്ദരിയായ ഫെലിസ്ത്യ കന്യകയെ കണ്ടു. തൻ്റെ ഇഷ്ടം അവൻ അമ്മയപ്പന്മാരെ അറിയിച്ചു. പക്ഷേ ഫെലിസ്ത്യരും ഇസ്രായേലിലും തമ്മിൽ ഒത്തുവരാത്തതിനാൽ അവൻ്റെ അമ്മയപ്പന്മാർ അവനെ വിലക്കി. ഇസ്രായേലിൽ നിന്നും ഭാര്യയെ എടുക്കാൻ അവനെ നിർബന്ധിച്ചു. എന്നാൽ ശിംശോൻ അത് കേൾക്കാതെ, അവളെ എനിക്ക് ബോധിച്ചു, അവളെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മയും അപ്പനും ശിംശോൻ പറഞ്ഞ ഫെലിസ്ത്യ കന്യകയെ കാണാൻ തിമ്നായിലേക്ക് പുറപ്പെട്ടു പോയി. എന്നാൽ പോകുന്ന വഴിയിൽ തിമ്നായ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം ശിംശോന്റെ നേരെ അലറി അടുത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഈ കാര്യത്തെ അവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. അവർ അറിഞ്ഞതുമില്ല. ആ സമയത്ത് അവർ കൂടെ ഉണ്ടായിരുന്നില്ല താനും. പിന്നെ അവൻ ചെന്ന് അവളെ കണ്ട് അവളോട് സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് അവളെ വിവാഹം കഴിക്കാൻ പിന്നെയും ശിംശോൻ തിമ്നായിലേക്ക് വന്നു. ആ സമയത്ത് പണ്ട് താൻ കൊന്ന സിംഹത്തിൻ്റെ ശരീരം അവിടെ ഉണ്ടോ എന്ന് കാണേണ്ടതിന് അപ്പനും അമ്മയും അറിയാതെ താൻ പിന്നെയും വേറൊരു വഴിയായി തോട്ടത്തിൽ വന്നു നോക്കി. ആ തോട്ടത്തിൽ ചത്ത സിംഹം അവിടെ ഉണ്ടായിരുന്നു. താൻ കൊന്ന സിംഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. ശിംശോൻ അതെടുത്ത് തിന്നുകയും തൻ്റെ അപ്പനും അമ്മയ്ക്കും കൊണ്ടുവന്ന് കൊടുക്കുകയും അവർ അത് കഴിക്കുകയും ചെയ്തു. എങ്കിലും താൻ സിംഹത്തെ കൊന്ന കാര്യവും അതിൽ നിന്നും തേൻ കിട്ടിയ കാര്യവും ശിംശോൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ അവർ ഫെലിസ്ത്യ കന്യകയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്നു കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. ശിംശോനോടുകൂടെ ഇരിക്കാൻ 30 ഫെലിസ്ത്യ തോഴന്മാരെ അവർ കൊണ്ടുവന്നു. ശിംശോൻ അവരോട് ഒരു കടങ്കഥ പറഞ്ഞു. ഇതിനർത്ഥം നിങ്ങൾ 7 ദിവസത്തിനകം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരേണം എന്ന് പറഞ്ഞു. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. എന്നാൽ ഈ കടങ്കഥയ്ക്ക് അർത്ഥം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ ശിംശോന്റെ ഭാര്യയാകാൻ പോകുന്ന ഫെലിസ്ത്യ സ്ത്രീയോട്, നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, എന്നിട്ട് ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു നൽകുക, ഇല്ലെങ്കിൽ നിന്നെയും
നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. ഇക്കാരണത്താൽ അവൾ ശിംശോനെ അസഹ്യപ്പെടുത്തി അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഉത്തരം എന്താണെന്ന് ചോദിച്ച് അവനെ അസഹ്യപ്പെടുത്തുക കൊണ്ട് അവൻ പറഞ്ഞുകൊടുത്തു. അവൾ ഈ ഉത്തരം തന്നെ ഭീഷണിപ്പെടുത്തിയ ഫെലിസ്ത്യ തോഴന്മാർക്കും പറഞ്ഞുകൊടുത്തു. അങ്ങനെ അവർ അവനോട് ഉത്തരമായി, തേനിനേക്കാൾ മധുരമുള്ളതെന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളതെന്ത് എന്നുത്തരം പറഞ്ഞു കടം വീട്ടി. ഇത് കേട്ട ശിംശോൻ കോപത്തിൽ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞവർക്ക് കൊടുത്തു. ശേഷം തൻ്റെ ഭാര്യ തന്നെ ചതിച്ചതു നിമിത്തം കോപത്തിൽ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ സാഹചര്യത്തിൽ ശിംശോൻ തിരികെ പോയതിനാൽ അവളുടെ അപ്പൻ അവളെ മറ്റൊരുവന് കല്യാണം ചെയ്തു കൊടുത്തു. അങ്ങനെ അവൾ അവൻ്റെ കൂട്ടുകാരനായ ഒരു ഫെലിസ്ത്യ തോഴന് ഭാര്യയായി തീർന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കോതമ്പ് കൊയ്ത്ത് കാലത്ത് ഈ കഥ ഒന്നും അറിയാതെ ശിംശോൻ ഒരു കോലാട്ടുകുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണുവാൻ തിമ്നായിൽ ചെന്നു. പക്ഷെ അവളുടെ അപ്പൻ അവനെ തടുത്തു. നിനക്ക് അവളിൽ അനിഷ്ടമായി എന്ന് വിചാരിച്ച് അവളെ വേറൊരുവന് കല്യാണം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട ശിംശോൻ കോപം കൊണ്ട് ജ്വലിച്ചു. ശിംശോൻ കോപത്തിൽ 300 നരികളെ പിടിച്ച് വാലോട് വാൽ ചേർത്തിണച്ച് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി. ഈ പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇതറിഞ്ഞ ഫെലിസ്ത്യർ അവളെയും അവളുടെ അപ്പനെയും അഗ്നിയാൽ ദഹിപ്പിച്ചു. ഈ സംഭവത്തിൽ മനംനൊന്ത ശിംശോൻ അവരെ പിടിച്ചടിച്ച് നടുവും തുടയും തകർത്തു കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏദോം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു. എന്നാൽ ശിംശോൻ ചെയ്ത ഈ പ്രവൃത്തി മൂലം ഫെലിസ്ത്യർ യഹൂദയിൽ പാളയമിറങ്ങി. അതിനാൽ 3000 യഹൂദർ ശിംശോന്റെ അടുക്കൽ ചെന്ന്, നിന്നെ ഞങ്ങൾ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും, കൊല്ലുകയില്ല എന്ന് പറഞ്ഞു പുതിയ കയർ കൊണ്ട് അവനെ കൈ ബന്ധിച്ച് ഫെലിസ്ത്യരുടെ അടുക്കൽ എത്തിക്കേണ്ടതിന് പുറപ്പെട്ടു. ലേഹി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമയിൽ നിന്നും ദ്രവിച്ചുപോയി. ഉടനെ അവൻ ഒരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ട് അതെടുത്ത് 1000 പേരെ കൊന്നുകളഞ്ഞു. കുന്നൊന്ന്, കുന്ന് 2 എന്ന് കൂമ്പാരം കൂട്ടി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി അതിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. അനന്തരം ശിംശോൻ ഗാസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. അവിടെ വെച്ച് ഫെലിസ്ത്യർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു, എങ്കിലും അവൻ രക്ഷപ്പെട്ടു. അതിൻ്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ച് അവളോട് കൂടെയായിരുന്നു. ഇതറിഞ്ഞ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദലീലയുമായി ഒരു ചട്ടം കെട്ടി, ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം. നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിലെന്നറിഞ്ഞ് ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾക്ക് അവനെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞു. പണമോഹം കൊണ്ട് ദലീല ശിംശോനോട് തൻ്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചു. അവൻ 3 വട്ടം അവളോട് കള്ളം പറഞ്ഞു. പക്ഷെ പിന്നെയും പിന്നെയും അവൾ അവനെ വശീകരിക്കയിൽ അവൾ അവനെ അസഹ്യപ്പെടുത്തിയതു മൂലം അവൻ അവളോട് 4-ാം പ്രാവശ്യം തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനെന്ന് പറഞ്ഞു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവൻ അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. അവർ വന്ന് അവൾക്ക് പറഞ്ഞൊത്ത പണവും കൊടുത്തു. അവൾ അവനെ മടിയിൽ ഉറക്കി അവനെ ഒതുക്കി. ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഫെലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് കുത്തി പൊട്ടിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവനെ അവർക്ക് വേണ്ടി മാവാട്ടാൻ നിർത്തി ഒരു കൂത്ത് കാഴ്ചയാക്കി. നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും
ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ചുകൂടി. ഫെലിസ്ത്യർ ദാഗോനെ പുകഴ്ത്തുകയും ശിംശോനെ നിന്ദിക്കുകയും ചെയ്തു. അവർ ആനന്ദത്തിലായപ്പോൾ അവരുടെ മുൻപിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവീനെന്ന് അവർ പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. ക്ഷേത്രത്തിൽ ഏകദേശം 3000 പേർ ഉണ്ടായിരുന്നു. അവൻ അവരുടെ മുൻപിൽ കളിച്ചു. സകലരും തൻ്റെ അവസ്ഥയിൽ പരിഹസിക്കുന്ന സാഹചര്യത്തിൽ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിന് വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശേഷം ക്ഷേത്രം നിൽക്കുന്ന 2 തൂണും, ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിനകത്തുണ്ടായിരുന്ന സകല ജനത്തിന്മേലും പ്രഭുക്കന്മാരുടെ മേലും വീണു. എല്ലാവരും മരിച്ചു. അവൻ മരണസമയത്ത് കൊന്നവർ തൻ്റെ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇതാണ് ശിംശോന്റെ കഥ. കർത്താവിൻ്റെ ശക്തി അവൻ അധികമായി ഉണ്ടായിരുന്നപ്പോഴും ശക്തനായ മനുഷ്യനായിരുന്നിട്ട് പോലും അവൻ സ്ത്രീയാൽ നശിച്ചുപോയി. വേശ്യാദോഷം അവന് മരണത്തിലെത്തിച്ചു. കാമം അവന് നശിപ്പിച്ചു. ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ വീണുപോയി നിസ്സാരം ഒരു പെണ്ണിനു വേണ്ടി. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും ഒക്കെയും ചേർന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്താലോയോനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാനത്ത് അവനെ അടക്കം ചെയ്തു.